കുറച്ച് ദിവസമായിട്ട് കുറേ ഫംഗ്ഷനൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ കോവലയിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയേയില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം ചെന്ന് നോക്കിയപ്പോഴാണ് അതേ നിറച്ച് കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടത്. എൻ്റെ പിള്ളേർക്ക് പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേയൊക്കെ പഴുത്തു പോയി അതിൽ നല്ലത് നോക്കി പറിച്ചെടുത്ത്. ഇപ്പം മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ഞാൻ തേണ്ട ഒരു ചട്ടിക്കകത്തോട്ട് കോവയ്ക്ക എല്ലാം അരിഞ്ഞ് കുറച്ച് സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. നന്നായിട്ടൊന്ന് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. ചോറ് വിറകടുപ്പേ വെച്ചിട്ടുണ്ട്, അത് ഏകദേശം വേകാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മുട്ടയും പൊരിച്ച് ഒരു ചമ്മന്തിയും കൂടെ ആക്കിയാൽ പിള്ളേർക്ക് ചോറിന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇതൊക്കെ ധാരാളം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലി വെച്ചേക്കാമെന്ന് വെച്ച്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്കിനുള്ളത് ഉണ്ടാക്കി വെക്കാറുള്ളൂ. അപ്പോൾ അത് ഞാൻ തണുത്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കും. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇഡലിക്കുള്ള സാമ്പാറുണ്ട്. അപ്പോൾ അതേ കോവയ്ക്കയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോഴാണ് ഇഡലിക്ക് സാമ്പാർ വേണ്ട, ചമ്മന്തി മതി എന്നും പറഞ്ഞ് ഇളയ കൊച്ചു വന്നത്. പിന്നെ ചമ്മന്തിക്ക് കുറച്ച് തേങ്ങയും ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത്, അതിന് വെള്ളച്ചമ്മന്തിയാണ് ഇഷ്ടം, ചുവന്ന ചമ്മന്തി ഇഷ്ടമല്ല. അപ്പം ഞാനങ്ങ് ചമ്മന്തി അരച്ച് ഇഡലിയും ചമ്മന്തിയാക്കി അവർക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പൊതിയൊക്കെ കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ കാപ്പി കൂടി, പാത്രം കഴുകുക, തുണിയലൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു 11 മണി ആയായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ പൊടിപ്പിക്കാനുള്ള മല്ലിയും മുളകും എല്ലാം കഴുകി വെയിലത്തോട്ടിട്ടേക്കാമെന്ന് വെച്ചു. മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് ഇവിടെ. ഒറ്റ ദിവസം കൊണ്ട് മുളകൊക്കെ പപ്പടം പോലെ ഉണങ്ങി കിട്ടി. ഞാൻ ദേ കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇത് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ടൊക്കെ പോകുന്നത്. പിന്നെ ഊണുമൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോഴത്തേക്കിന് നമ്മുടെ പുറകുവശത്തെ മുറ്റത്ത് വലിയ വെയിലില്ല, അവിടെ ഒരു ഷെഡുള്ളതുകൊണ്ട്. അവിടെ ചെടി വെക്കാനായിട്ട് തിരിച്ചിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് ചെടിയെ കഴിഞ്ഞും മേളിൽ കാടായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ചെടി കിളുക്കുന്നതിനെ കഴിഞ്ഞും വേഗത്തിലാണ് ഇവിടെ പുല്ല് കിളുക്കുന്നത്. അപ്പോൾ ഇവിടെ വൃത്തിയാക്കണമെന്ന് കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണേലും മടിയൊക്കെ മാറ്റി വെച്ച് വൃത്തിയാക്കാൻ തന്നെ ഇറങ്ങി. ഓരോരോ ഭാഗമായിട്ട് വൃത്തിയാക്കിയാലേ നടക്കത്തുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനിരുന്നാൽ നടക്കത്തേയില്ല. വൃത്തിയാക്കൊക്കെ കഴിയുമ്പോൾ എപ്പോഴും വിചാരിക്കുന്ന നാളെ തൊട്ട് മുറ്റം അടിക്കുമ്പം കിളുത്ത് വരുന്ന ഓരോ പുല്ലും അങ്ങ് പറിച്ച് കളയുമെന്ന്. എൻ്റെ കാര്യത്തിൽ അത് ഒരിക്കലും നടക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിക്കുന്നത് തന്നെ. ഇതിൻ്റെ അകത്ത് കുറച്ച് റോസയുണ്ട്, മുള്ളു കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതേ കാടൊക്കെ തെളിച്ച് അത്യാവശ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മരമില്ലേ, ഇതിലെന്നും പൂവുണ്ട് കേട്ടോ. മരമല്ല, ഒരു ചെറിയൊരു കുറ്റിച്ചെടി പോലെ. ഇതേന്നാണ് നമ്മൾ വിളക്കത്ത് പൂ വെക്കാനായിട്ട് എന്നും എടുക്കാറുള്ളത്. ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതൊക്കെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് അരിയൊക്കെ വറുത്ത് വെച്ചിട്ട് വന്നെടുത്ത വീഡിയോ കേട്ടോ. അപ്പം അരി വറുത്തത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. പണ്ടത്തെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ അരി വറുത്തത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് കുത്തിരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ എടുത്ത് വെച്ച് ഇതിനി നല്ല ഓടയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അരിയുണ്ട ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്കിഷ്ടം. ഇപ്പം അതിനുള്ള നേരമില്ല, അവർ സ്കൂളിൽ നിന്ന് വരാറായത് കൊണ്ട് ഞാനിതിപ്പോൾ തൽക്കാലം അരി വറുത്ത് പൊടിച്ച് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ അരിയെല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് ദണ്ട ഈ പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 1/2 കപ്പ് ശർക്കര ചിരണ്ടിയതും 1 അരമുറി തേങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട്.
തേങ്ങ നന്നായിട്ട് ചിരണ്ടിയെടുക്കാം. ഇനി ഈ അരി വറുത്തത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറൊന്നും ആകണ്ട, ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ. ഇതിലേക്ക് ഇനി ഒരു നുള്ള് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൂട്ടിയെടുക്കാം. തിരുമ്മി എടുത്ത് കഴിയുമ്പോൾ ശർക്കരയുടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നോളൂ. ഞാനത് ഒന്നുകൂടെ എടുത്ത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിയുണ്ട ആക്കാനാണെങ്കിൽ നമ്മൾ ഈ എടുത്തു വെച്ച ശർക്കര നന്നായിട്ടൊന്ന് പാനിയാക്കുന്ന ഒരു നൂൽ പരുവം ആകുന്നതിന് മുമ്പ് അതിലേക്ക് ഈ ചിരണ്ടി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുത്തിട്ട് നമ്മൾ ഈ പൊടിയും കൂടെ ചേർത്ത് ചെറു ചൂടോടെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിന് കുത്തരിയാ നല്ലത്. വെള്ളയരി വെച്ച് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുത്തരിക്കാ ഒന്നുകൂടെ രുചി കൂടുതൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.